അറബിക്കടലിൽ വീണ്ടും കടൽക്കൊള്ള ഭീഷണി. ഗൾഫ് ഓഫ് ഏദനിൽ യമൻ തീരത്തിന് സമീപം ഒരു എണ്ണക്കപ്പൽ സായുധ സംഘം തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ട്. യുറേക്ക എന്ന ടാങ്കർ കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സഭാക് പ്രവേശ്യയ്ക്ക് സമീപം കടന്നുപോകുന്നതിനിടയിലായിരുന്നു സായുധ സംഘം കപ്പലിൽ കയറി നിയന്ത്രണം ഏറ്റെടുത്തത്. യമൻ കോസ്റ്റ് ഗാർഡിന്റെ വിവരം അനുസരിച്ചുകൊണ്ട് അവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് കപ്പൽ ഇപ്പോൾ സൊമാലിയയുടെ തീരം ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്നതാണ്. കപ്പലിന്റെ നിലവിലെ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് എന്നും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് കപ്പൽ തിരികെ പിടിക്കാൻ ശ്രമം പുരോഗമിക്കുകയാണ് എന്നതാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ കപ്പലിലുള്ള ജീവനക്കാരുടെ എണ്ണം എത്രയെന്നോ അല്ലെങ്കിൽ ഇവർ ഏത് രാജ്യക്കാരാണോ എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ടോങ്കോയുടെ പതാകയുള്ള കപ്പലാണ് യുറൈക്ക എന്നതാണ് വ്യക്തമായിരിക്കുന്നത്. മാർച്ചിൽ ഫുജേറ പോർട്ടിൽ നിന്നാണ് അവസാനമായി തന്നെ ഈ കപ്പലിന്റെ നീക്കം രേഖപ്പെടുത്തിയതെന്നതും മറൈൻ ട്രാഫിക് വെബ്സൈറ്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര കപ്പൽ പാതകളിൽ വീണ്ടും സുരക്ഷാ ആശങ്ക ഉയരുകയാണ്. ഇതോടുകൂടി തന്നെ കപ്പൽ കൊള്ള സംഘം വീണ്ടും സജീവമാകുന്നു എന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു കേൾക്കുന്നു. 2011 സൊമാലിയൻ തീരത്തിൽ നിന്ന് കടൽ കൊള്ള രൂക്ഷമായിരുന്നുവെങ്കിൽ പോലും രാജ്യാന്തര നാവികസേനയുടെ ഇടപെടലിലൂടെ തന്നെ ഇത് ഗണ്യമായി തന്നെ കുറഞ്ഞിരുന്നു. എന്നാൽ സമീപ ആഴ്ചകളിൽ ഇത്തരം ആക്രമണങ്ങൾ വീണ്ടും വർദ്ധിക്കുന്നതായി തന്നെ മുന്നറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ അവസാന വാരത്തിൽ മാത്രം സമാനമായ 3 ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിലെ മേഖലയിലെ സംഘർഷവുമായി തന്നെ ഈ സംഭവത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന സൂചനകളടക്കം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ മാസവും ഷരാക്കോട് കേന്ദ്രീകരിച്ചുള്ള സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഏതൻ ഗൾഫിൽ നിന്ന് ഒരു കപ്പൽ തട്ടിക്കൊണ്ടുപോയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. 2000-ങ്ങളിൽ സൊമാലിയൻ തീരത്ത് കടൽ കൊള്ള സാധാരണമായി തന്നെ കാണപ്പെട്ട ഒന്നാണ്. 2011-ൽ അത് ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ആ സമയത്ത് 100 കണക്കിന് കപ്പൽ ആക്രമിക്കപ്പെട്ടതായി തന്നെ റിപ്പോർട്ടുകൾ ഇവിടെ ചെയ്യപ്പെട്ടിരുന്നു. അന്താരാഷ്ട്ര നാവിക വിന്യാസങ്ങളും ഷിപ്പിംഗ് കമ്പനികളുടെ പുതിയ സുരക്ഷാ തന്ത്രങ്ങളും ഈ സംഭവങ്ങളെ ഗണ്യമായി തന്നെ കുറയ്ക്കുകയും എന്നാൽ സമീപ ആഴ്ചകളിൽ ആക്രമണങ്ങൾ വീണ്ടും വർദ്ധിക്കുകയാണ്. ഏതൻ ഉൾക്കടലിലും സൊമാലിയൻ തീരത്തും കടൽക്കൊള്ള ഭീഷണി അവിടെ വലിയ രീതിയിൽ പരക്കുകയാണ് ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയന്റെ നാവിക ദൗത്യമായ ഓപ്പറേഷൻ അറ്റ്ലാന്റയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഏപ്രിൽ അവസാനത്തിൽ തന്നെ 3 ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഗാർക്കഡ് തുറമുഖത്ത് നിന്ന് പ്രവർത്തിക്കുന്ന കടൽ കൊള്ളക്കാരും ഒരു ടാങ്കർ പിടിച്ചെടുത്തു. ഫെബ്രുവരി 28 മുതൽ തന്നെ ഇസ്രായേൽ, US, ഇറാൻ എന്നിവ ഇത് തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ഈ മേഖലയിലെ കപ്പൽ ഗതാഗതത്തെ ഇതിനോടകം തന്നെ ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസത്തെ ഹൈജാക്കിംഗ് ആ സംഘർഷവുമായി തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായി തന്നെ സൂചനയില്ല. സൊമാലിയയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മുൻലാൻഡിലാകട്ടെ അവിടെ പ്രവർത്തിക്കുന്ന പുതിയ കടൽക്കൊള്ളക്കാരുടെ സംഘത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സുരക്ഷാ സേനയിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര പിന്തുണയോടുകൂടി തന്നെ യമൻ ഭരണകൂടം ഇപ്പോൾ ടാങ്കർ മോചിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.